ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 നടന്ന ഖാദി ബോർഡിന്റെ LDCയുടെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? അതായത് ISROയുടെ ചെയർമാനെയാണ് ചോദിക്കുന്നത്. അന്നത്തെ ചെയർമാൻ ആയിരുന്നത് എസ് സോമനാഥ് ആയിരുന്നു, ഓപ്ഷൻ ഡി ആയിരുന്നു. പക്ഷേ ഇന്ന് 2026 ഇപ്പോൾ പ്രസന്റ്ലി ഉള്ളത് ഡോക്ടർ വി നാരായണനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര്. അതിന്റെ ആൻസർ ഓപ്ഷൻ എ ലീലാതിലകം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏതു ഘടകവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു? അതിന്റെ ആൻസർ ഓപ്ഷൻ എ വിപണനമാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ എ ചൈനയാണ്. അഞ്ചാമത്തെയാണ്, താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? അതിന് ആൻസർ ഓപ്ഷൻ ബി പരിസ്ഥിതി. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ഓപ്ഷൻ എ മിതാലി രാജാണ് ആൻസർ. ഏഴാമത്തെയാണ്, 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? അന്ന് ദാമോദർ മൗസോ ആയിരുന്നു. നമ്മൾ ടോട്ടലി 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ളത്. അതിൽ ലാസ്റ്റ് കിട്ടിയത് 2019 കിട്ടിയിട്ടുള്ളത് അക്കിത്തത്തിനാണ്. 55ാമത്തെയാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? അത് ആൻസർ ഓപ്ഷൻ സി മീററ്റ് ആണ്. 1857 മെയ് 10 സ്റ്റാർട്ട് ചെയ്യുന്നത്. 9ാമത്തെയാണ്, എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? അതിന്റെ ആൻസർ ഓപ്ഷൻ സി ഫെബ്രുവരി 28. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? അതിന്റെ ആൻസർ ഓപ്ഷൻ സി 2021. UN-ന്റെ 2023 മില്ലറ്റ്സ് ഇയർ ആയിട്ടാണ്, ചെറുധാന്യ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. 24 ആണെങ്കിൽ ഒട്ടക വർഷമാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? അതിൽ ഓപ്ഷൻ എ പറയുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കരാതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശുമായിട്ടാണ്. ഏറ്റവും കുറവ് പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനും ആണ്. പിന്നെ രണ്ടാമത്തെയാണ്, ഗൾഫ് ഓഫ് മാനാറും പാക് കടലിടുക്കും ഇന്ത്യയെയും ശ്രീലങ്കനെയും വേർതിരിക്കുന്നു. അപ്പൊ എയും ബിയും ശരിയാണ്. മൂന്നാമത്തെയാണ്, റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. അതും ശരിയാണ്. അഞ്ചാമത്തെയാണ്, ഖൈബർ പാസ് ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കും. ഇത് തെറ്റാണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 12ാമത്തെയാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? അതിന്റെ ആൻസർ വരുന്നത് ബ്രസീലാണ് വരുന്നത്. ഇന്ത്യ വലുപ്പത്തിൽ 7ാം സ്ഥാനത്താണ് ലോകരാജ്യങ്ങൾക്കിടയിൽ. അതിൽ ഫസ്റ്റ് ഉള്ളത് റഷ്യയാണ്, രണ്ടാമത്തേത് കാനഡ, മൂന്നാമത്തേതാണ് ചൈന, നാലാമത്തെയാണ് USA, അഞ്ചാമത്തെയാണ് ബ്രസീല്, ആറാമത്തേത് ഓസ്ട്രേലിയ, 7ാം സ്ഥാനത്ത് ഇന്ത്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അർജന്റീനയാണ് 8ാം സ്ഥാനത്ത് കിടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അതായത് ഇന്ത്യൻ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണെങ്കിലും കേരളത്തിൽ ഏറ്റവും ഉയരം കൂടുതലാണെങ്കിലും ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ളതാണെങ്കിലും ആനമുടിയാണ്. ആനമുടിയുടെ ഹൈറ്റ് 2695 മീറ്റർ ആണുള്ളത്. പിന്നെ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി സംഭാർ തടാകം. സംഭാർ തടാകം എന്ന് പറയുന്നത് ഒരു ലവണ തടാകമാണ്. അത് രാജസ്ഥാനിലാണ് ഉള്ളത്. 15ാമത്തെയാണ്, സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അതിന്റെ ആൻസർ ഓപ്ഷൻ എ നർമ്മദയാണ്. 16ാമത്തെയാണ്, താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? അതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി റൂർക്കേലയാണ്. ബിലായും ബൊക്കാറോ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോട് വന്നിട്ടുള്ളതാണ്. ബ്രിട്ടന്റെ സഹായത്തോടു കൂടി വന്നിട്ടുള്ളതാണ് ദുർഗാപൂർ. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ആണ്. 18ആണ്, ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? അത് പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതിൽ ദേശീയ ജലപാത നാഷണൽ വാട്ടർ വേസ് 2 എന്ന് പറയുമ്പോൾ ആൽഫബറ്റ് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ രണ്ടാമത്തെ ബി ആണ്. അപ്പൊ ബ്രഹ്മപുത്ര നദിയിലാണ്.
അപ്പോൾ അതിനാണ് സാദിയ ടു ദുബ്രി. ദേശീയ ജലപാത 1 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഫസ്റ്റിലെ ലെറ്റർ ആണ് എ ആവുമ്പോൾ അലഹബാദ് ടു ഹാൽദിയ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. നാഷണൽ വാട്ടർവേ 3 ആണ് കേരളത്തിലൂടെ പോകുന്നത്, കോട്ടപ്പുറം ടു കൊല്ലമാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ ഹൈദരാബാദ് ആണ്. 20 നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, അത് യു പിയിലാണ്, ഓപ്ഷൻ ബി. 21 നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത്? അതിന്റെ ആൻസർ ഓപ്ഷൻ സി ബംഗാളിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? അത് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആനന്ദമഠമാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? അപ്പോൾ ഫസ്റ്റത്തെ പ്രസ്താവന നോക്കാം. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്, അത് ട്രൂ ആണ് ആ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തേത് മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ, അതും ശരിയാണ്. മൂന്നാമത്തെയാണ് ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല, അതും ശരിയാണ്. നാലാമത്തെയാണ് മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല, അത് തെറ്റാണ്, അത് മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? അത് 2005 ഓപ്ഷൻ എ ആണ്, അത് ഒക്ടോബർ 12 ഈ ഒക്ടോബർ 12 നിലവിൽ വന്നിട്ടുള്ള ഇതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. പക്ഷെ അതിൽ വർഷത്തിന് വ്യത്യാസമുണ്ട്, 1993 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ ആണ്. മൗലിക കടമകള് ഭരണഘടനയിൽ 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്, അത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 1976 അത് കൂട്ടിച്ചേർക്കപ്പെട്ടത്. പിന്നെ അതിനുശേഷം ഒരു 11ാമത്തെ ഇപ്പോൾ നിലവിൽ 11 മൗലിക കടമകളാണുള്ളത്, അത് 86ാമത്തെ അമെൻമെന്റിലൂടെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. മൗലിക കടമകളെ കുറിച്ച് പറയുന്ന ഭാഗം 4 എ ആണ്, 51 എ ആണ് ആർട്ടിക്കിൾ പറയുന്നത്. 27ാമത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 32 ആണ്. നെക്സ്റ്റ് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആന, കാള, സിംഹം, കുതിര. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഒന്ന് സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിൽ സ്വത്തവകാശം ഒഴികെ ബാക്കിയെല്ലാം മൗലികാവകാശങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ സ്വത്തവകാശമാണ് ഇതിൽ ഉൾപ്പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്? അത് 1947 ജൂലൈ 22 ഇത് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പതാക ഉയർത്തുന്നത് മെയിൻലി നമ്മൾ ഓഗസ്റ്റ് 15 പതാക ഉയർത്തുമല്ലോ. അപ്പോൾ ഓഗസ്റ്റ് 15 പതാക ഉയർത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്യണം? അതിന് അംഗീകാരം കിട്ടണം. അപ്പോൾ അതിന്റെ തൊട്ട് മുമ്പത്തെ മാസം നോക്കിയാൽ മതി, ജൂലൈ 22. ഇപ്പൊ ഓപ്ഷനിലല്ലേ, ബാക്കിയെല്ലാം ഓഗസ്റ്റ്, നവംബർ, ജാനുവരി ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 47 ജൂലൈ 22 അംഗീകാരം കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? അതാണ് ഓപ്ഷൻ ഡി സമ്പാദ് കൗമുദി. അമൃത് ബസാർ പത്രിക എന്ന് പറയുന്നത് ശിശിർ കുമാർ ഘോഷിന്റെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത? അതിന്റെ ആൻസർ ഓപ്ഷൻ ബി മാഡം ബിക്കാജി കാമ. 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ? അതിന്റെ ആൻസർ ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ, പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ? അതിന്റെ ആൻസർ ഓപ്ഷൻ എ ദാദാബായ് നവറോജിയാണ്. 35
സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. അതിന്റെ ആൻസർ ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ രണ്ട് രീതിയിൽ ചോദിക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുമ്പോൾ സി രാജഗോപാലാചാരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. അത് തിരുവിതാംകൂർ സർവകലാശാലയാണ്. 1937. ഇപ്പൊ അത് അറിയപ്പെടുന്നത് കേരള യൂണിവേഴ്സിറ്റി എന്ന പേരിലാണ്. അത് 1957 ആ പേരിലേക്ക് മാറ്റിയിട്ടുള്ളത്. 37 കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ കെ കേളപ്പൻ. 38 വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്. അതിന്റെ ആൻസർ ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ മെയിൻലി 3 തരംതിരിക്കാൻ പറ്റും. മലനാട്, ഇടനാട് ആൻഡ് തീരപ്രദേശം. 75 മീറ്ററിന് മുകളിലുള്ളതാണ് മലനാട്. 7.5 മീറ്റർ ടു 75 മീറ്റർ വരെ ഉള്ളത് ഇടനാടാണ്. 7.5 മീറ്ററിന് താഴെ ഉള്ളതാണ് തീരപ്രദേശം വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് 7.5 ടു 75 മീറ്റർ ആണ്. അപ്പൊ ഇത് ഇടനാടാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അത് ശാസ്താംകോട്ട തടാകമാണ്. കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായല്. അത് വേമ്പനാട്ട് കായലാണ്. ഓപ്ഷൻ എ. അഷ്ടമുടി കായൽ കൊല്ലത്താണ് ഉള്ളത്. 42ാമത്തെയാണ് താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി വയനാടാണ്. 43 ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം. അത് ചെമ്പഴന്തിയാണ്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ദേശീയ ജലപാത. അത് നാഷണൽ വാട്ടർവേ 3 ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ്. 45ാമത്തെയാണ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ഇതിന്റെ ആൻസർ വരുന്നത് ഗൗരി പാർവതിബായി. അപ്പൊ പ്രൈമറി എന്ന് പറയുന്നതും പി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർവതി എന്ന് പറയുന്നതും പി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. 46ാമത്തെയാണ് വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. അത് മന്നത്ത് പത്മനാഭനാണ്. ഓപ്ഷൻ സി ആണ്. 47 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. അത് ഓപ്ഷൻ ഡി ആണ്. ക്വിറ്റ് ഇന്ത്യ സമരം 1942. നെക്സ്റ്റ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? അത് 1929 ലാഹോർ സെഷനാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അതിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്. 49 ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വതന്ത്ര സമര സേനാനി. ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലക്. 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. ആദ്യമായി നിയമിച്ചതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇതില് ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ 1948 51ാമത്തെയാണ് കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1957 EMS മന്ത്രിസഭ വരുന്നുണ്ട്. 59 അത് പിരിച്ചുവിടുന്നുണ്ട്. പിന്നെ 52ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ 3 അംഗങ്ങളാണ് മെയിൻലി ഉണ്ടായിരുന്നത്. അതിൽ അധ്യക്ഷനായിട്ട് ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഫസൽ അലി ആയിരുന്നു. അതിലുണ്ടായിരുന്നതാണ് സർദാർ കെ എം പണിക്കരും എൻ കുൻസ്രു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് 10 മീററ്റിലാണ് ആദ്യമായിട്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്.
പിന്നെ 54-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാണ്? അത് ഓപ്ഷൻ ബി ഓണമാണ്. 55-ാമത്തെയാണ്, വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? വടക്ക് കിഴക്കൻ എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ ആണ്. അതിനറിയപ്പെടുന്ന പേര് അത് തുലാവർഷം എന്നതാണ്. അപ്പൊ സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്ന പേരാണ് കാലവർഷം. ഇതിന്റെ ആൻസർ വരുന്നത് വടക്ക് കിഴക്കനാവുമ്പോൾ തുലാവർഷമാണ്. ഓപ്ഷൻ സി ആണ്. 56-ആണ്, വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിന്റെ രചയിതാവ് ആരാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ ബി അംഷി നാരായണപിള്ളയാണ്. 57, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ല. ഇപ്പൊ ഏറ്റവും വലിയ ജില്ല നിലവില് ഇടുക്കിയാണ്. 2ാം സ്ഥാനമാണ് പാലക്കാടിനുള്ളത്. 58-ാമത്തെയാണ്, തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. അതിന്റെ ആൻസർ ഓപ്ഷൻ എ അയ്യങ്കാളി. 59, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം. അത് 1861-ലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 1853-ലാണ്. കേരളത്തിൽ 1861-ലാണ്. 60-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിന്റെ പ്രധാന വേദി. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി പയ്യന്നൂരാണ്. 61, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. അതിന്റെ ക്ഷയം ഫസ്റ്റിലെ ഓപ്ഷനാണ് ക്ഷയം തന്നിട്ടുണ്ട്, TB. അപ്പൊ TB ആണെന്നുണ്ടെങ്കിൽ വായുവിലൂടെ പകരുന്ന രോഗമാണ്. പിന്നെ 2-ാമത്തെയാണ് ടൈഫോയിഡ്. അത് വായുവിലൂടെ പകരുന്ന രോഗമല്ല, അത് ജലത്തിലൂടെ പകരുന്ന രോഗമാണ്. പിന്നെ ചിക്കൻ പോക്സ് വായുവിലൂടെ പകരുന്നതാണ്. എലിപ്പനി അതും ജലത്തിലൂടെ പകരുന്നതാണ്. അപ്പൊ ഇതിൽ 1ഉം 3 വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1 and 3. 62-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ സി കോമ്പല്ലാണ്. 63, ലിംഗാധിഷ്ഠിത അക്രമ ഓർ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് ഭൂമികയാണ്. മൃതസഞ്ജീവനി എന്ന് പറയുന്നത് ഓർഗൻ ട്രാൻസ്പ്ലാന്റിംഗ് പ്രോജക്റ്റ് ആണ്. 64-ാമത്തെയാണ്, സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിന് ആൻസർ ഓപ്ഷൻ സി വൈറ്റമിൻ സി ആണ്. 65, രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? അതിന് ആൻസർ ഓപ്ഷൻ ഡി പ്ലാസ്മ. 66, താഴെ കൊടുത്തവയിൽ നെല്ലിന്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏത്? അപ്പോ അതിന് ആൻസർ വരുന്നത് അനാമികയും അർക്കയും ആണ് അല്ലാത്തത്. അപ്പോൾ പവിത്രയും ഹ്രസ്വയാണ് വരുന്നത്. അപ്പോൾ സങ്കര ഇനം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2ഉം 4ഉമാണ്. ഓപ്ഷൻ എ ആയിരിക്കും. 67-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമേത്? അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആന്തോസയാനിൻ ആണ്. 68, എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി ആനന്ദ് മോഹൻ ചക്രവർത്തി. 69-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി കാസർഗോഡ്. 70, സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? അത് ആൻസർ ഓപ്ഷൻ ഡി 1984-ലാണ്. അത് പ്രഖ്യാപിക്കുന്നത് ഇന്ദിരാഗാന്ധിയും ഇനാഗുറേറ്റ് ചെയ്യുന്നത് രാജീവ് ഗാന്ധിയാണ് 85-ല്.
71 താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. അതിൽ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ അറ്റോമിക നമ്പർ ആയിരിക്കണം, വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കണം, ഒരേ മൂലകം ആയിരിക്കണം. ഇതിൽ ഫസ്റ്റിലെ ഓപ്ഷൻ എ നോക്കുമ്പോൾ നമുക്ക് വ്യത്യസ്ത മൂലകങ്ങളാണ്, അപ്പം അതല്ല, അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. രണ്ടാമത്തതും കാർബണും നൈട്രജനാണ് തന്നിട്ടുള്ളത്, അപ്പം 2 വ്യത്യസ്ത മൂലകങ്ങളാണ്, അപ്പം അതും ക്യാൻസൽ ചെയ്യാൻ പറ്റും. നാലാമത്തതും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അറ്റോമിക് നമ്പർ ആണ് ഈ ലെറ്ററിന്റെ താഴെ കൊടുത്തിട്ടുള്ളത്, ആ 6 എന്ന് പറയുന്നത് അത് സെയിം ആയിരിക്കണം, മാസ് നമ്പർ വ്യത്യസ്തമായിരിക്കണം. അപ്പൊ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. 73ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ? അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, ലാന്തനോയിഡ്സുകളാണ്. ആക്ടിനോയിഡ്സുകളെ റേഡിയോ ആക്റ്റീവ് റയർ എർത്ത് എന്നാണ് അറിയപ്പെടുന്നത്. 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഘനജലത്തിന്റെ രാസസൂത്രം ഏത്? അതിന്റെ ആൻസർ ഓപ്ഷൻ സി, D2O ആണ്. H2O ജലത്തിന്റെ കെമിക്കൽ ഫോർമുലയാണ്, D2O ഘനജലത്തിന്റെ രാസസൂത്രമാണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് PSC. 76ാമത്തെയാണ്, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓപ്ഷൻ ബി ആണ്, സംവഹനം. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന